ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അഖിലേട്ടൻ പറഞ്ഞു എനിക്കൊരു മാസം 3.5 ലക്ഷം രൂപ എടുത്ത് EMI ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു ആ വീഡിയോയ്ക്കകത്ത് വന്നൊരു കമൻറ്റാണ്, പണിക്കൊന്നും പോകാത്ത നിനക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടുന്നത്, ഇത് കൊഴൽപ്പണമല്ലേ കള്ളപ്പണമല്ലേ എന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെന്താണ് അഖിലേട്ടൻ പ്രതികരിക്കുന്നത്? ഓൾമോസ്റ്റ് ഒരു $900 എടുക്കല്ലേ ഫേസ്ബുക്കിലുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. $900 900 × 88 അടിക്കുക ഫേസ്ബുക്കിൽ നിന്നുള്ള എൻ്റെ കഴിഞ്ഞ മാസം വരുമാനം നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം യൂട്യൂബ് അടിക്കുക. ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ റെഗുലറായിട്ട് കണ്ടന്റ് ക്രിയേറ്റർ അല്ല. എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും വിത്ത് GST അടക്കം ഒരു ഇൻ്റർവ്യൂ അടക്കം ഞാൻ പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സലൂണുണ്ട്, എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇൻകം ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ചിലവാക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് വലിയ ആഡംബരമായിട്ട് പറഞ്ഞതല്ല. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത തലത്തിലാണ് ചിലവാക്കുന്നത്. പണ്ട് എനിക്ക് 2000 രൂപ മാസം CC അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു വർഷം 800 രൂപ EMI അടയ്ക്കാനില്ലാതെ, അതായത് ഒരു കാർഷിക വായ്പ എടുത്തിട്ട് ഒരു മാസം 800 രൂപ അടയ്ക്കാൻ പറ്റാതെ ആ കാർഷിക വായ്പ മുടങ്ങി, അത് പെൻഡിങ് ആയി, സിബിൽ സ്കോറിൽ ഒരു രീതിയിൽ ഒരു ലോണും കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. എനിക്ക് 2 ലക്ഷം രൂപയുടെ ലോണ് 5.25 ലക്ഷം രൂപ അടച്ച് ഞാൻ ക്ലോസാണ് ചെയ്യുന്നത് പിന്നീട്. അപ്പം ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ കടന്നു വന്ന വഴികളിൽ ഇത് എങ്ങനെ നേടിയെടുക്കാം, അങ്ങനെ നമ്മളിത് നേടിയെടുത്ത് കാണിച്ച് ചിലവ് കൂടുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ഇന്ത്യക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ചൈനയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കടങ്ങളുണ്ടാവുന്നതിലല്ല കാര്യം, നമ്മളത് വീട്ടാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നോട് ചോദിച്ചൊരു നോർമൽ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് അവിടെ പറഞ്ഞത്. എത്ര EMI ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ, മറ്റൊരാൾ മനസ്സിലാക്കാത്ത ചിലവുകളാണ് മറ്റുള്ള പലർക്കും ഉള്ളത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് കടം ചോദിക്കും. ഇപ്പോൾ നമ്മൾ പറയും കോവിഡ് വന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വന്നത്. കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് യൂസഫ് അലി സാഹിബിനായിരിക്കും. കാര്യം അത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് അടഞ്ഞു കിടക്കുമ്പോൾ അത്രയും നഷ്ടം വരുന്നത്. ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവനാണ് ഒരുപക്ഷെ ജീവിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം അത്രയും ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവരുടെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും. അക്ബർ ലാലേട്ടൻ വരുന്ന വീക്കെൻഡിൽ അക്ബർ കൈവയ്ക്കിയാൽ അക്ബർ സംസാരിക്കാനായിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് അവസരം കൊടുക്കാറുണ്ട്. പക്ഷെ അതുപോലെ അനുമോൾക്ക് കൊടുക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതൊരു അക്ബറിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? ഇങ്ങനൊന്നും എൻ്റെ സീസണിൽ ലാലേട്ടൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ട് എന്നെ ഇരുത്തി. ഞാൻ എണീച്ച് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് കേൾക്കാതെ എന്തിനാ എന്നെ ഇരുത്തിയെന്ന് ചോദിച്ചു. ലാലേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, എണീച്ച് പറയാൻ പറഞ്ഞു. നമ്മൾക്ക് പറയാനുള്ളത് പറയാനാണ് ബിഗ് ബോസ്. ആരും നമ്മുടെ വാപത്തി പിടിക്കാറൊന്നുമില്ല. പറയാനുള്ളത് പറയണം. അങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാൾ കൈപൊക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയാനാണെങ്കിൽ 100% അയാളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈവെക്കുന്നതെങ്കിൽ. ലാലേട്ടൻ എന്നല്ല, ആര് തടഞ്ഞാലും പറയാനുള്ള സ്പേസ് ബിഗ് ബോസ് നൽകും. 100% നൽകി. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാനത് പറഞ്ഞത്. അഖിലേട്ടൻ അതുപോലെ ഒരു പ്രമുഖൻ അഖിലേട്ടനെ കുറിച്ച് അഖിലേട്ടനെ കുറിച്ച് പറഞ്ഞു. പ്രമുഖൻ എന്ന് പറയുന്നത് പേര് പറയണം. ഷിയാസ് കരീം അഖിലേട്ടനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ അഖിലേട്ടൻ വിന്നർ. അത് എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, അഖിലേട്ടൻ വിന്നർ ആകാൻ കാരണം ശോഭയുടെ സാരത്തുമ്പ് പിടിച്ചോണ്ടാണെന്ന് പറഞ്ഞു. ശോഭേനെ വെച്ചിട്ട് ഗെയിം കളിച്ചോണ്ടാണ് അഖിലേട്ടൻ വിന്നർ ആയത് എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അതിനത് അഖിലേട്ടൻ എന്താണ് പ്രതികരിക്കാറുള്ളത്? അയ്യോ, അതിനോട് ഞാനല്ല പ്രതികരിക്കുന്നത്. കാര്യം ഞാൻ എന്നെ ജയിപ്പിച്ചതാണ്. എന്നെ കേരളത്തിലെ ജനങ്ങളാണ് ജയിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങളല്ലേടാ ജയിപ്പിച്ചത്. ശോഭയുടെ താരത്തുമ്പത് പിടിച്ചാണ് എനിക്ക് വോട്ട് ചെയ്തത്. അല്ലല്ല, അനീഷിന്റെ ഗെയിം കാണാറുണ്ട് അഖിലേട്ടാ. പക്ഷെ അത് സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണും. ഈ അനീഷ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രത്തില് ബിഗ് ബോസിന്റെ, കാരണം ഒരു കോമണർ ആയിട്ട് കയറിയിട്ട് ഫസ്റ്റ് ടൈം അല്ല അങ്ങനെ ഒരാൾ വിന്നർ ആവുകയാണെങ്കിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബിഗ് ബോസിൽ അങ്ങനെ ഒരു കോമണർക്കൊന്നും ഒരു സെലിബ്രിറ്റിക്കൊന്നും പ്രത്യേക സ്പേസ് ഒന്നും ഇല്ല. ഇത് ആദ്യത്തെ ഒരാഴ്ചയിൽ ഇന്നൊരാളെന്ന് പറയുന്ന ഒരു ഫേസ് വാല്യൂ മാത്രമാണ് ബിഗ് ബോസിൽ കയറുന്ന ഓരോ കണ്ടസ്റ്റൻസിനും. ഇതിപ്പോൾ ഞാൻ കയറുമ്പോൾ എന്നെ ആർക്കെങ്കിലും അറിയാവും. ഞാനും കോമണർ തന്നെയല്ലേ. എന്നെ അറിയാവുന്ന വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഞാൻ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അല്ലാതെ ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിലോ ബ്ലോഗിലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതൊന്നും അങ്ങനെയല്ല. അനീഷ് വിജയിച്ചാൽ അനീഷിൻ്റെ മിടുക്കൊണ്ടാണ് അനീഷ് വിജയിക്കുന്നത്. ജനങ്ങൾ അയാളൊക്കെ നല്ലതെന്ന് തോന്നി തിരഞ്ഞെടുക്കുന്നു. ഷിയാസ് അഖിലേട്ടനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കേരളത്തിൽ എത്രയോ പേർക്ക് എന്നെ അറിയില്ലായിരിക്കും. അതൊരു പ്രശ്നം. അങ്ങനെയല്ല, അഖിലേട്ടനെ ഭയങ്കരമായിട്ട് താഴ്ത്തി കിട്ടുന്ന രീതിയിലാണ് സംസാരിച്ചത്. അഖിലേട്ടൻ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി എന്താണ് അഖിലേട്ടൻ പറയാനുള്ളത്? നേരെ പോയി ഷിയാസിനോട് ചോദിക്കുക എന്താണ് അങ്ങനെ പറയുന്നത് ചോദിക്കുക. അപ്പോൾ ഷിയാസാന് മറുപടി. സിനിമ ഇറങ്ങിയല്ലോ, അതിൽ പല വിവാദങ്ങളുണ്ട്. ഇല്ല, അഖിലേട്ടൻ സീരിയസ് ആയിട്ട് അഖിലേട്ടൻ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്നതല്ലേ. അല്ല, അതിനകത്ത് വിവാദങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അഖിലേട്ടനെ മാത്രമാണ്. അഖിലേട്ടൻ ഉണ്ടാകുന്ന ഫെയിം വെച്ചിട്ട് സിനിമയ്ക്കൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അത്?
അല്ല, രണ്ട് കാര്യമുണ്ട്. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട്, ഇപ്പോൾ ഏതൊരു നടനായാലും ഒരു സിനിമയിലപ്പോൾ അഭിനയിച്ചിട്ട് അയാൾക്ക് ആ സിനിമ മോശമാണെന്ന് തോന്നിയിട്ട് അയാൾ പ്രൊമോഷൻ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയും. ഇപ്പോൾ നമ്മൾ അത്ര ഇഷ്യൂസ് കണ്ടിട്ടില്ലേ? ഏതോ ഒരു പടത്തിൽ അനശ്വര പ്രൊമോഷൻ പോയില്ല, അതെ അതെ, മറ്റാരോ പ്രൊമോഷൻ പോയില്ല. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് മുൻകൂറായിട്ട് പറയുകയാണ്, എന്താ ചേട്ടാ ഇത് മോശം പടമാണ്, ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ ഉൾപ്പെടെ പറയും സിനിമ കണ്ടിട്ട് നിങ്ങളാണോ മോശമാണോ നല്ലതാണോ തീരുമാനിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം 100% ആ സിനിമ ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു 203ാമത്തെ സിനിമ, നിങ്ങൾ വിക്കിപീഡിയ കയറിയിട്ട് അടിച്ചു നോക്കണം, മലയാള സിനിമയിൽ 203ാമത്തെ സിനിമയായിട്ടാണ് മുള്ളൻകൊല്ലി എന്നൊരു സിനിമ റിലീസാവുന്നത്. അപ്പോൾ 203 സിനിമകളിൽ മലയാളികൾ എത്ര പടം കണ്ടിട്ടുണ്ട്, ഇതിൽ എത്ര പടം തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് ആകെ പറഞ്ഞത്, ഞാൻ ഈ സിനിമയിൽ വന്നതിനൊരു കാരണമുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് കാരണം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സിനിമയിലെ നായകൻ ഞാനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം തോന്നി. കാര്യം നമ്മൾ അത്രയും അവരെ സപ്പോർട്ട് ചെയ്യുക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സമീപനം വളരെ മോശമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പല പ്രാവശ്യം അവരോട് റിക്വസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്, അപ്പോഴൊന്നും അവർ കേട്ടില്ല. അപ്പോഴാണ് അവർ പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ വന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് പറയേണ്ടി വരുന്നത്. അതിൻ്റെ അർത്ഥം സിനിമ മോശമെന്നല്ല, ഞാൻ അഭിനയിക്കാൻ വന്നതിൻ്റെ കാരണം അതുകൊണ്ടായിരുന്നു. സിനിമ ഇങ്ങോട്ടൊന്നും അത് അങ്ങനെ അതിനകത്തൊന്നും വിവാദമല്ല, അത് നമ്മൾക്കൊരു വിഷമം തോന്നുമല്ലോ. കാരണം എൻ്റെ തലയിലേക്ക് നായകനല്ലാത്ത നമ്മളെ നായകനാക്കി മാറ്റുന്നതൊക്കെ അവരുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിരുന്നു. അതിനൊക്കെ ഞാൻ ആദ്യം എതിർക്കുകയും പിന്നീട് അവർക്ക് വേണ്ടി സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലിട്ട് ഒരു കാര്യം കൂടി,